വെള്ളാപ്പള്ളി തന്നെയാണ് ഇന്നും ചർച്ചാ വിഷയം. SNDP BJP ബന്ധത്തെ ഇത് ഏത് രീതിയിലേക്കാണ് ഇന്ന് ബാധിച്ചിരിക്കുന്നത്? പുതിയ ആരോപണങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ വരുമ്പോൾ സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ഈ സഖ്യത്തിനെ കൂടുതൽ ശക്തിയായി പിന്തുണയ്ക്കുന്ന രീതിയിൽ നിലപാടെടുക്കുന്നുവെന്ന് പ്രതിപക്ഷവും പുതിയ ആരോപണവുമായി രംഗത്ത് വരുന്നു. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PM മനോജ്, BJP നേതാവ് ശ്രീ JR പത്മകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖ്, SNDP വക്താവ് അഡ്വക്കേറ്റ് മഞ്ചേരി രാജൻ, ഒപ്പം ഡോക്ടർ ബിജു രമേശും അല്പസമയത്തിനകം ചേരും. ഏറ്റവും ആദ്യം അഡ്വക്കേറ്റ് മഞ്ചേരി രാജൻ, ഇപ്പോൾ ഇന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് പുറത്ത് പറഞ്ഞു കേൾക്കുന്നൊരു തമാശയുണ്ട്. കിലുക്കം സിനിമയിൽ തിലകനെ തെറി പറഞ്ഞു പോയ ഇന്നസെൻ്റ് പിന്നീട് വിശന്ന് വലഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഉള്ള ഒരു മുഖഭാവം, 7 ദിവസമായി വല്ലതും കഴിച്ചിട്ടോ എന്ന് പറയുന്നത് പോലെ ഇന്ന് എന്തൊക്കെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്? ഞാൻ ഒന്നിനുമില്ല, കേസ് കൊടുക്കാനില്ല, എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ VS-നോട് ഞാൻ എല്ലാം പറയുമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണോ 2-3 ദിവസം മുമ്പ് വരെ ആരോപണങ്ങൾ ഉന്നയിച്ച ആദ്യഘട്ടത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞത്? ഇന്നെന്തേ ഇങ്ങനെ മാറി? അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലല്ലോ. SNDP ജനറൽ സെക്രട്ടറിക്കെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് തന്നെ ഈ വിധ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുവാൻ തയ്യാറാണെന്നും ഏത് തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകുവാൻ തയ്യാറാണെന്നും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ, നിങ്ങൾ ആരോപിക്കുന്നത് പോലെ യാതൊരു തരത്തിലുള്ള അഴിമതികളും നടന്നിട്ടില്ലെന്നും കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അതിൻ്റേതായ ബോഡികളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും ഇനി മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ ആരോപിക്കുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് അധികാരസ്ഥാനങ്ങളിൽ കേസുകൾ നൽകാമെന്നും പരാതി നൽകാമെന്നും വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണല്ലോ. അങ്ങനെയല്ലല്ലോ അഡ്വക്കേറ്റ് മഞ്ചേരി രാജൻ. ഇത്ര ഗുരുതരമായ ആരോപണം ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. പ്രതിപക്ഷ നേതാവിനൊരു വിലയുണ്ട് ഇവിടെ ഈ നാട്ടിൽ. അദ്ദേഹം പറയുന്നത് കേട്ട് ആളുകൾ വിശ്വസിക്കും. അതൊക്കെ നിങ്ങളുടെ സംഘടനയെ ബാധിക്കുന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ട് വെള്ളാപ്പള്ളി ഇന്നു മുതൽ ക്ഷമിക്കുന്നു? ഈ രാജ്യത്ത് ആരെങ്കിലും ആർക്കും ഏത് തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിക്കാവുന്നതാണ്. ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം എതിരായിട്ട് ആരോപണം ആരുടെ നേരെയാണോ ഉന്നയിക്കുന്നത് അവർ കേസ് കൊടുക്കുന്നതോ അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയാണോ വേണ്ടത്? അതോ ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നവർക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ അധികാര സ്ഥാനങ്ങളിൽ പരാതി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പ്രതിയാക്കുവാനും കേസെടുത്തുകൊണ്ട് വിചാരണ നടത്തുവാനും അവരല്ലേ ശ്രമിക്കേണ്ടത്? ഒരുപക്ഷെ നിങ്ങൾ സംസ്ഥാന ഘടകം അത് ആഗ്രഹിച്ചതല്ലെങ്കിൽ കൂടി ഡൽഹിയിൽ നിന്ന് കെട്ടിയിറക്കിയതുപോലെ ഉള്ള ഒരു ഏർപ്പാട് എന്നുള്ള നിലയ്ക്ക് വെള്ളാപ്പള്ളിയെ മുമ്പിൽ നിർത്തി ഒരു സഖ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വന്നത്. ഇപ്പോൾ അത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലായിരിക്കുന്നു. ഇതാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ, അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. SNDP ഒരു സാമുദായിക സംഘടനയാണ്, പ്രാദേശിക അടിസ്ഥാനത്തിൽ വല്ല സഖ്യവും ഉണ്ടാകും, സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കുന്നത് വെള്ളാപ്പള്ളിയിൽ നിങ്ങൾക്കും സംശയം ജനിക്കുന്നത് കൊണ്ടാണോ? ഇതിൽ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു പ്രശ്നമുണ്ടല്ലോ, ഒരു പരിഭ്രാന്തി രാഷ്ട്രീയം ഉണ്ടല്ലോ. അപ്പോൾ ആ പരിഭ്രാന്തി ആർക്കാണ്? വെള്ളാപ്പള്ളി അല്ലെങ്കിൽ SNDP ഒരു 3ാം കക്ഷിയായ 3ാം മുന്നണിയായി രംഗത്ത് വരുമെന്ന് ഉണ്ടായപ്പോൾ ആർക്കാണ് പരിഭ്രാന്തി ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ എല്ലാവരും പറഞ്ഞിരുന്ന LDF UDF പറഞ്ഞിരുന്നത് BJP വിജയിക്കില്ല, കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല, കേരളത്തിൽ ഈ പരിപ്പ് വേവില്ല. ഇപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാരും സുധീരനും ഉമ്മൻചാണ്ടിയും പറയുന്നത് എന്താ? BJP-യെ ജയിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പോൾ ഈ വിജയിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം എങ്ങനെ ഉണ്ടായി? ആ ദൂരം എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ഈ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് തൽക്കാലം കുറേ ഒരു തടിതപ്പാമെന്നുള്ള അല്ലാതെ സ്ഥായിയായി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഈ മുന്നണികൾക്ക് ഒരു UDF-നോ LDF-നോ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം ഇത് താൽക്കാലികം മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ പുകപുറ സൃഷ്ടിച്ച് ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ,
ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഇപ്പം നടക്കാൻ പോകുന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. സംസ്ഥാന തലത്തിൽ 21,000 സീറ്റുകളെ സംബന്ധിച്ച് നീക്കുപോക്കൊന്നും ഒരു രാഷ്ട്രീയ കക്ഷികൾക്കും ചർച്ച ചെയ്യാൻ പറ്റില്ല. പ്രാദേശിക തലത്തിലാണ്. മാത്രമല്ല SNDP എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയായി രൂപം കൊണ്ടിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയായ ഒരു മൂന്നാം മുന്നണി ഇപ്പം നേതൃത്വം കൊടുത്തിട്ടില്ല. അവരങ്ങനെ വരട്ടെ, ആ വരുമ്പോൾ രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാം. ഇപ്പം അങ്ങനെ വരുമ്പോൾ ആ മൂന്നാം മുന്നണിയുടെ നേതൃത്വം പുതിയ പാർട്ടിക്കായിരിക്കും, അല്ലാതെ BJPക്ക് ആയിരിക്കില്ല. BJP ആണ് അത് നയിക്കാൻ പോകുന്നതെങ്കിൽ BJPയിൽ അങ്ങ് ചേർന്നാൽ പോരെ എന്നാണ് വെള്ളാപ്പള്ളി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ തുറന്ന് പറയാത്ത രീതിയിൽ ഇന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സാങ്കല്പിക ലോകത്ത് നിന്നുകൊണ്ട് ആൻസർ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ പുഴയിൽ വെള്ളം പറ്റുമ്പോൾ അപ്പുറത്തുള്ള നായുടെ തുടൽ പൊട്ടും, നായി ഒന്ന് കടിക്കുമെന്നൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ആദ്യം പുഴയിൽ ഇപ്പോൾ വെള്ളമുണ്ടല്ലോ, വെള്ളം പറ്റട്ടെ. ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ വന്നിരിക്കുന്ന പ്രേക്ഷകർ കേരളം മുഴുവൻ, ഒരുപക്ഷെ മലയാളി സമൂഹമുള്ളവരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തലിൻ്റെ മുന്നിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. ഡോക്ടർ ബിജു രമേശ്, ഇപ്പോൾ എത്തിയ പ്രേക്ഷകർക്ക് മുമ്പിൽ ഞാൻ ഒരു കാര്യം അങ്ങയോട് ചുരുക്കി പറയാൻ ആവശ്യപ്പെടുകയാണ്. ശാശ്വതീകാനന്ദ സ്വാമി ദുബായിൽ വെച്ച് അദ്ദേഹത്തിന് മർദ്ദനമേറ്റത് മുതൽ അദ്ദേഹം മരണപ്പെട്ടതുവരെയുള്ള ആ നിമിഷത്തിലെ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി അങ്ങ് പറയാമോ? ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. എന്നാലും ഞാനത് അങ്ങയെ കൊണ്ട് ഇങ്ങനെ പറയിക്കുന്നതിൽ അങ്ങ് ക്ഷമിക്കണം, അത് ശരിയായ കാര്യമല്ല. എന്നാലും അതൊന്ന് ചുരുക്കി പറയുമ്പോൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒറ്റ ശ്വാസത്തിൽ അങ്ങ് എങ്ങനെയാണ് പറയുക? അത് ജനങ്ങൾ ഇപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞത് ഇതുമായിട്ടൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് അങ്ങയെ ഒന്നുകൂടി വിലയിരുത്താനുള്ള അവസരം കൂടിയാണ്. ദുബായ് ബഹ്റിൻ ഒരു പര്യടനത്തിനായിട്ട് ശാശ്വതീകാനന്ദ സ്വാമിയും വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ള അവരെല്ലാവരും കൂടി ചേർന്ന് ദുബായിലായിരുന്നു. ആ സമയത്താണ് പകല് സ്വാമിജി ഈ സാമ്പത്തിക ക്രമക്കേടുകളും ഈ ട്രസ്റ്റിൻ്റെ കണക്കുകളുടെയും അതിൻ്റെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് തർക്കമുണ്ടാകുകയും വാക്കേറ്റം നടക്കുകയും സ്വാമി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് രാത്രിയാണ് തുഷാർ വെള്ളാപ്പള്ളി മദ്യപിച്ചിട്ട് അവിടെ വന്ന്, അന്ന് ഷാജി വെട്ടൂരാനൊക്കെ അവിടുത്തെ കൂടെ ഉണ്ടായിരുന്ന അതിലൊരാളാണ്, വന്നിട്ട് തുഷാർ വെള്ളാപ്പള്ളി സ്വാമിയെ മർദ്ദിച്ചു എന്നാണ് സ്വാമി പറഞ്ഞറിയാൻ കഴിയുന്നത്. അത് അന്ന് രാത്രി സ്വാമി അടുത്ത ദിവസം ബഹ്റിനിലെ വെള്ളാപ്പള്ളിയുമായി പോകാനിരുന്ന സ്വാമി അന്നേ ദിവസം രാത്രിയുള്ള ഫ്ലൈറ്റിൽ തന്നെ ഡൽഹിയിലേക്ക് വരികയും രാവിലെ ആ ട്രിവാൻഡ്രം ഫ്ലൈറ്റിൽ ട്രിവാൻഡ്രത്ത് വരികയും വന്നതിന് ശേഷം വർക്കലെത്തി ഈ പറയുന്ന ജോയ്സൺ എന്ന് പറയുന്ന SRMൻ്റെ ജോയ്സണോട് ശരീരത്തിലെ പാടുകളൊക്കെ കാണിച്ചു എന്നാണ് ജോയ്സൺ എന്നെ കണ്ടിട്ട് തന്നെ ആ സമയത്ത് പറഞ്ഞത്. കാര്യം നമ്മൾ ഈ പ്രശ്നവുമായി മുന്നോട്ട് പോയി വന്നപ്പോൾ സ്വാമിയെ മർദ്ദിച്ച പാടുകൾ കാണിച്ചു, തുഷാർ തല്ലിയതാണെന്ന് സ്വാമി ജോയ്സണോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് സ്വാമി ഇവിടെ പോകുന്നത്, നമ്മുടെ ഈ അദ്വൈത ആശ്രമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അത് വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ ഒരു നമ്മൾ സംഘടിക്കണമെന്ന് ആ സമയത്ത് പലരോട് സംസാരിച്ചിട്ടുണ്ട്. ജോയ്സണോട് സംസാരിച്ചായിരുന്നു. അതിനുശേഷം അദ്വൈത ആശ്രമത്തിലെ സ്വാമി അടുത്ത ദിവസം എത്തുകയും പക്ഷേ അവിടെ കുളിക്കാനായിട്ട് സ്വാമി പോവുകയും തിരിച്ച് കുളക്കടവിൽ നിന്ന് സ്വാമിയുടെ ബോഡി കുളക്കടവിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വാമിയുടെ രക്തം പടിയിൽ തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു എന്ന വസ്തുതയും തള്ളിക്കളയാൻ. താങ്കൾക്ക് അറിയാവുന്ന കാര്യം അത് പിന്നീട് പറഞ്ഞത് പ്രിയൻ താങ്കളെ വിളിച്ചു പറഞ്ഞത് പ്രിയനാണ് കൊന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രിയൻ എന്താണ് ഇടപാടുകൾ അവിടെ നടത്തിയത്? ആദ്യം തന്നെ അവിടെ ഉള്ളവർക്കെല്ലാം സംശയം, പല രീതിയിലും എല്ലാവരും സംശയിക്കപ്പെടാനുണ്ടായ കാര്യം, സ്വാമി കുളിക്കാൻ പോയി വെള്ളത്തിൽ വെച്ച് സ്വാമി മരിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ കുളിക്കാൻ പോയ സ്വാമിയുടെ രക്തം എങ്ങനെയാണ് കുളക്കടവിലെ പടിയിൽ തളം കെട്ടി കിടന്നത്? ആ പടിയിൽ സ്വാമിയുടെ രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് അതിനുശേഷം എടുത്തപ്പോൾ അത് സ്വാമിയുടെ രക്തമാണ് എന്ന് തെളിയുകയും ചെയ്തു.